പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയമായിട്ടൊന്നും വരരുത് എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തതാണ്. ആദ്യം നിങ്ങൾ ഇവൻ പറയുന്നു ഒന്ന് കേൾക്കുക. എന്റെ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജും അതുപോലെ ഒരു വീഡിയോ ക്ലിപ്പും വന്ന് കിടക്കുന്നതാണ് കണ്ടത്. അപ്പൊ അത് വീഡിയോ ക്ലിപ്പ് മറ്റൊന്നുമല്ല, നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു ജിഹാദി കാക്കായി ഉണ്ടല്ലോ, എന്താ സുഹാരിയോ എന്താ തേങ്ങയായിട്ട് സുഹറിയോ എന്തൊക്കെ ആയിട്ട് താടിയൊക്കെ വെച്ചിട്ട് വെള്ളിയും മൊല്ലാക്കിയായിട്ട് നടക്കുന്ന ഒരു ഡാഷ്മോൻ, അങ്ങനെ ഒരു പിഗ്മോൻ അങ്ങനെ പറയേണ്ടത്. അവര് ഹിന്ദു സ്ത്രീകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ആ മുക്കാൽ അങ്ങോട്ട് പൊങ്ങിയിട്ട് അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയോടും അവന്റെ പെങ്ങളോടും അവന്റെ മകളോടും വരെ കാണിക്കുന്ന വൃത്തികേടുകൾ അവനിങ്ങനെ ഓർമ്മ വരും ഹിന്ദു സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ. അപ്പൊ നിങ്ങള് ഇവൻ പറയുന്നത് കേട്ടല്ലോ, ഈ ദുഷ്ടൻ, അങ്ങനെ വേണമെങ്കിൽ പറയും, ഈ ദുഷ്ടൻ പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ഇവന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മുസ്ലിം വർഗീയത പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അവൻ്റെ വീഡിയോൻ്റെ ഒപ്പം ഫോൺ നമ്പറും വെച്ചിട്ട് ഇവിടുത്തെ ഹിന്ദു മതക്കാരായ ആൾക്കാരെയൊക്കെ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ട് ഫുള്ള് വർഗീയത കുത്തിവെക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഇവനും ഇവൻ്റെ ടീമുകളും. ഇത് വലിയൊരു നെറ്റ്വർക്കാണ്, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നെറ്റ്വർക്കാണ്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ആളുകൾ കലാപങ്ങൾ, ഈ കത്തി വാളൊക്കെ എടുത്തിട്ട് വെട്ടാൻ പോകുന്ന രീതിയിലുള്ള ഒരു ഇതൊക്കെ കാണിക്കുന്നില്ലേ, ആ ഒരു സംഭവത്തിലേക്ക് ഇവിടുത്തെ ഹിന്ദു മതക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതൊരു ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. സഹായം ചോദിച്ചിട്ട് എന്നോടൊരു സഹോദരി വന്നിരുന്നു. അപ്പോൾ അവർ ഹിന്ദു മതക്കാരിയാണ്. ഞാൻ അവരോട് ഈ നമ്പർ കൊടുത്തപ്പോൾ അവർ ഒരു രീതിയിൽ അവർക്ക് സഹായിച്ചില്ല. പിന്നെ എന്ത് ഹിന്ദു ഹെൽപ്പ് ലൈനാണെന്ന് ഇവൻ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതവിടെ പോട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഇവൻ പറഞ്ഞു വരുന്നത് ഈ സുഹരി ഉസ്താദ് ഉണ്ടല്ലോ, അയാളെ കുറിച്ച് വളരെ വൃത്തികേടാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്യാവശ്യം ഈ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ രാഷ്ട്രീയപരമായിട്ട് പല അഭിപ്രായവും അയാൾ പറയുന്നുണ്ട്. അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ മുസ്ലിങ്ങൾക്കെതിരെ ഇവനെ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു നശിച്ചവന്മാർ, ഈ സമൂഹത്തിന് ഒരു ഉപകാരമില്ലാതെ ചെയ്യുന്ന ദുഷ്ടന്മാർ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിനെ എടുത്തിട്ട് പ്രതികരിക്കുകയും ചെയ്യും. പക്ഷെ അയാളുടെ നല്ല സ്വഭാവം കൊണ്ട് ഒരുപാട് ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. ഒരു മാറ്റവുമില്ല. അത് മാത്രമല്ല, അയാൾ അതിൻ്റെ ഒപ്പം തന്നെ ചാരിറ്റിയും കൂടെ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ഫണ്ട് വരുന്നുണ്ട്. അയാൾ കൂടുതലും ചെയ്യുന്നത് ചാരിറ്റിക്ക്, അയാൾ കൂടുതലും ആർക്ക് ചാരിറ്റി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഹിന്ദു മതക്കാരെ പാവങ്ങൾക്ക് തന്നെയാണ്. അതിൽ BJP-ക്കാർക്കടക്കം അയാൾ ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അയാൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ വരുന്ന തെറ്റ്, ഇന്ത്യയിൽ വരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പല വിഷയങ്ങളെയും ഇയാൾ അഭിപ്രായമായിട്ട് പറയാറുണ്ട്. അയാളുടെ മുന്നിൽ ഞാൻ കണ്ടിട്ട് ഒരു വ്യക്തിയും ജയിച്ചിട്ടില്ല. വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് അയാൾ മറുപടി കൊടുക്കും. എന്നെ കൊണ്ട് പോലും അങ്ങനെ പറ്റൂല. വളരെ മാന്യത രീതിയിലാണ് അയാൾ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങളെ വിമർശിക്കുന്നവർ പോലും അയാളുടെ പേജിൽ നിന്ന് തോറ്റുപോയിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ അയാൾക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവനെപ്പോലെയുള്ള ഈ മതഭ്രാന്ത് അല്ല, മതത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് മതത്തിനോട് സ്നേഹമില്ല, മതഭ്രാന്ത് എടുത്തിട്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് ഇവരെ ഇഷ്ടപ്പെടൂല. ആര് ഈ അൻസാരി ഉസ്താദിനെ പോലുള്ള ആൾക്കാരൊന്നും ഇഷ്ടപ്പെടൂല. അപ്പോൾ ഇവൻ ഇത്രയും എടുത്തിട്ട് വളരെ വികാരകരമായി സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു കോണകമുണ്ടല്ലോ, അവള് എന്തോ മുറിച്ചത്, തലപ്പ് വെട്ടിയത്, അങ്ങനെയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളെ എടുത്ത് അലക്കിയതിൻ്റെ ഒരു ദേഷ്യം തീർക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവൻ വീഡിയോ ചെയ്തതിൻ്റെ താഴത്ത് കമൻറ്റ് നോക്കി. അതാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം, ഈ വീഡിയോ ചെയ്യാൻ കാരണം അതാണ്. അവിടെ നോക്കുമ്പോൾ അവിടെ ഫുള്ള് മുസ്ലിങ്ങൾ മാത്രമേ ഈ അൻസാരി ബായിക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മറ്റുള്ള മതക്കാരെയൊന്നും കാണുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ഒരുപാട് ഹിന്ദു മതക്കാരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും അയാളുടെ വീഡിയോ ഒക്കെ പോയി നോക്കൂ, എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രത്യേകം ഹിന്ദു മതക്കാരോട് സ്നേഹം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്യുന്നത് എന്നുള്ളത് പല ആളുകളും കമൻറ്റിലൂടെ പറയുന്നുണ്ട്. അതൊന്നും വില കൽപ്പിക്കാതെ സുഖമായിട്ട് അയാൾ വീണ്ടും അയാളുടെ കർമ്മങ്ങൾ എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ആൾക്കാരെ, മറ്റുള്ള മതക്കാരെ സഹായിച്ചിട്ട് ഒരാൾ പോലും അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുമാതിരിയുള്ള ദുഷ്ടന്മാർ വരുമ്പോൾ കമൻറ്റുകളിലൂടെ റീപ്ലൈ കൊടുക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ വിഷമമാകുന്നത്. ഇവിടെ കാണുന്ന എല്ലാവർക്കും അറിയാം ആരെയാണ് ഇയാൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ സഹായം നേടിയ മനുഷ്യരെങ്കിലും ആ ഒരു സ്നേഹം കാട്ടിക്കൂടെ? സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്.
അത് ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. അത് കൂടുതൽ സഹായിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. കാരണം അയാളുടെ പേജ് 80% ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളാണ്. ബാക്കി 20% മറ്റുള്ള ആൾക്കാർ പല രീതിയിലും ഇയാളോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ, ആ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ പോലും ഈ മതത്തിൽപ്പെട്ട ആൾക്കാർ വരുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. പകരം ഒരു നന്മയും ചെയ്യാത്ത, നാട്ടിന് ഒരു ഉപകാരവും ചെയ്യാത്ത ഇതുപോലുള്ള നാറികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തു മനുഷ്യരാണെന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ആശയപരമായിട്ട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഉസ്താദിൻ്റെ സംഭാഷണം കേട്ടിട്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മറുപടി കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്രയും നല്ല മനുഷ്യനിട്ടിട്ട് എന്തൊക്കെ വൃത്തിയോട് പറയുന്നറിയാം ആ വീഡിയോയിൽ. ഈ നാറിയൊക്കെ ഇവനൊക്കെ എന്തിനു കൊള്ള, ഈ സമൂഹത്തിന് ഒരു ഉപകാരവുമില്ല, അവനക്ക് ചുറ്റുള്ള ആൾക്കാരൊക്കെ ഒരു ഉപകാരമില്ല, അവനെ കൊണ്ട് ഒരു മനുഷ്യനക്ക് നന്മയില്ല. എന്നിട്ടും ഇവിടെ കടന്നിട്ട് കുത്തിത്തിരിപ്പും എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കണം മറ്റുള്ള ലക്ഷ്യത്തോടു കൂടി വാട്സാപ്പുകൾ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പല ഹിന്ദു മതക്കാരിലെയും ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് വർഗീയത കുത്തിവെക്കും. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവനെപ്പറ്റി അറിയുന്നവർ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ നന്ദിയില്ലാതെ നമ്മുടെ അൻസാരി ഉസ്താദ് ഇത്രയും നന്മ ചെയ്തിട്ട് പോലും മറ്റുള്ള മതക്കാർക്ക് ഇത്രയും നന്മ ചെയ്തിട്ട് പോലും, അയാളുടെ എല്ലാ വീഡിയോയും പോയി നോക്കിക്കോളൂ, ഇത്രയും നന്മ ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ മതത്തിൽപ്പെട്ട ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കമൻറ്റിൽ പറയാം. അയാളുടെ പേജിൽ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യായിരിക്കും, അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു സ്നേഹം കാണിക്കുന്നില്ല. അതെന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക.